ഒരു കാളന്റെ ഇറച്ചി നിന്റെ കടമുണ്ട്. എന്താ ഫുഡ് കൊടുക്കാന്ന്? അത് തമിഴ്നാട്ടിലായ അത് തീറ്റ, അതൊക്കെ അവര് കൊടുക്കുന്ന തീറ്റ നമ്മളോട് പറയില്ല, നമ്മളെ കൊണ്ട് അത് കൊടുക്കാൻ കഴിയൂല. നമ്മള് ഒരു 8 ദിവസം നിർത്തുമ്പോൾ തന്നെ നമ്മള് മറ്റേ ഇത് അവിടെ നിന്നിരുന്ന സ്ഥലത്തെ എന്താ ഇതിനൊക്കെ കൊതു കണ്ടെങ്കിൽ കണ്ട ഇനി ഇതിന് എന്തെങ്കിലും ഉണ്ടാവാൻ ബാക്കിണ്ടാ? ഞാൻ ഇപ്പൊ അടുത്ത കാലത്തൊന്നും എനിക്ക് വയസ്സെത്ര 70 വയസ്സായി. ഞാനിപ്പോ ബമ്പുള്ളൊരു കാളപ്പോ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഈ ജനങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ പറയട്ടെ, നമ്മൾ പറയല്ലോ, കാഴ്ചക്കാര് പറയട്ടെ നമ്മൾ പറഞ്ഞത് കളവാണോ പിന്നെ സത്യമാണോ എന്നുള്ള ആൾക്കാർ മനസ്സിലാക്കട്ടെ. ഫോട്ടോ നല്ല ഇതിൽ ഏറ്റവും മെയിൻ കാള തയ്ക്കാം. ഈ ഇറച്ചി അയിമ വരികയാണെങ്കിൽ പിന്നെ വെയിറ്റ് അതേക്കാരം കൂടുതലുണ്ടാകും. ഇപ്പൊ ഇവിടുന്ന് ഡെയിലി കൂടിക്കൊണ്ടേ ഇരിക്കാണ്. ഇന്ന് പോണ ചന്തയിന്ന് വാങ്ങണേലും നാളെ പോണ ചന്തയിൽ വേറെ വിലയാണ്, മറ്റന്നാളെ പോണ ചന്തയിൽ വേറെ വിലയാണ്. ഇനിയിപ്പോ ഉദയത്തിന്റെ സീസൺ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കല്ലേ. അപ്പൊ വരുന്നതിനനുസരിച്ച് അടുത്തടുത്ത് വരുമ്പോ കൂടിക്കൊണ്ടേ ഇരിക്കും. അതാണ് അതിന്റെ കണക്ക്. ആനക്കുട്ടികളെ വേണം, ചെന്തിരിക്കാറ്റില്ലാത്തൊരു കുറവുള്ളൂ. നല്ല മൊത്തത്തില് കാര്യം കൊണ്ട് പറയും. ഏകദേശം 2000 കിലോ വെയിറ്റ്. 2000 കിലോ ഒറ്റക്കാള ജീവനോടെ 2000 കിലോ. അപ്പൊ ജനങ്ങൾക്ക് അത് 3 കാളയും 2000 കിലോ ഉണ്ട്. 3 കാളി, ഈ 3 കാളി 2000 കിലോ വെച്ചു. ഒരു പെർമനന്റ് പവറുണ്ട, അന്തസ്സുണ്ട. ഇതിനെ വീട്ടെടുക്കുന്ന ഒരു കാളപ്പോഴും ഇവിടെ അടുത്തോടെ ഈ ജില്ലയിൽ തിരഞ്ഞെടുക്കാറില്ല. വേറെ ജില്ലയിൽ ഇല്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി ഇതിന്റെ അങ്ങേപ്പുറം നമ്മളെ കൊണ്ടോട്ട് കൊണ്ടുവരാനും കഴിയില്ല. ഇതെല്ലാം നോക്കിക്കാളെ. നമ്മൾ കൊണ്ടുവന്നതിന് ഏറ്റവും വലിയ കാളരാ, ടോപ്പ് കാളരാ. ഓരോന്നോരോന്ന് നോക്കി കുറച്ചൊക്കെ വന്നപ്പോ പോയി 10 വഞ്ചെളുപ്പാണ്ട് കയറ്റി ചട്ടി പോയി. അല്ല ഞാൻ അതാ എന്നോട് പറഞ്ഞത്. കഴിക്കുന്നതും എനിക്ക് വില 2.5 ഒക്കെയാണ് ചോദ്യം. പിന്നെ പാർട്ടി വരുന്നതിനനുസരിച്ചൊക്കെയാണ് കൊടുക്കുന്നത്. ആള് തേങ്ങില ഉണ്ടായില്ല, കുറവ് വന്നൊന്നും പറയില്ല. ഇനി ഇതിനെ വീട്ടടിച്ചുന്ന ഒരു കന്ന് ഞങ്ങളെ കൊണ്ട് കൊണ്ടുവരാനും കഴിയില്ല. ഞങ്ങൾ പോയവിടുത്തെ ഏറ്റവും ടോപ്പ് കന്നതാണ് അല്ലേ? നമ്മളെ പ്രത്യേകത ഏറ്റവും വലുത്, ഏറ്റവും ചെറുതും ഏറ്റവും വലുത്. അതാണ് കല്ലിങ്ങന ഗ്രൂപ്പിന്റെ പ്രത്യേകത. പോത്തും അതേമാതിരി പോത്തും കളറുണ്ട്. നോക്ക്, ആനക്കുട്ടി തന്നെയാണ്. നോക്കെ സുന്ദരിക്കാജിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ഏത് പാർട്ടിക്ക് ഏത് സമയത്ത് രാത്രി 1 മണി 2 മണി 3 മണി സമയത്തൊക്കെ ഇവിടെ വന്ന പ്രവൃത്തിക്ക് 24 മണിക്കൂറും എപ്പോഴായാലും ആളെ കിട്ടിയില്ല, ആളുണ്ടായില്ല, സാധനം കിട്ടിയില്ല എന്നുള്ള പരാതി നമ്മളെ ഈ ഗ്രൂപ്പിൽ ഈ കമ്പനിയിൽ ഉണ്ടാവില്ല. കന്ന് റെഡിയാണ്. ഇതിന്റെ മൂത്താപ്പൊന്ന് പറഞ്ഞിട്ട് കൊണ്ട് പിടിച്ചടാ കുട്ടിയെ, ആ പോത്ത് വന്നിട്ട് പിടിച്ചാ എങ്ങോട്ട് പിടി, കഴിക്കാൻ പിന്നെ കഴിക്കാം. പണം പോയ പവർ എത്ര ആ പോത്ത്. ഞാൻ പണിക്ക് പോയതാ. ഈ വയസ്സുകാലത്ത് എന്നെ കൊണ്ടൊന്നത് വീട്ടിൽ പോയിട്ട് കൊണ്ടുനടക്കാൻ കഴിയൂല. എനിക്കൊക്കെ വയസ്സായില്ലേ. നോക്ക
കണ്ടു നോക്കെ ഒരു പോത്തിന്റെ ഇറച്ചി കൗത്തമുണ്ട് കണ്ടത് വേണ്ട ഇതിലൊരു പോത്തിന്റെ ഇറച്ചി ഉണ്ട് ഇവിടുന്ന് ഫ്രീ ആണ് നമ്മൾ ആ കാളവ് നല്ല ഭംഗിയിൽ കിട്ടും ഓക്കെ എല്ലാവർക്കും ഒരേ മാതിരി വാങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല പൈസന്റെ ഇതിനനുസരിച്ചുള്ള തിരക്കൊക്കെ പറഞ്ഞിട്ട് വലുത് വേണമെങ്കിൽ വലുത് ചെറുത് വേണമെങ്കിൽ ചെറുത് എല്ലാ ഐറ്റം പറഞ്ഞിട്ട് ഇപ്പൊ 10-25 ഇപ്പൊ ചന്തയിൽ പോയി ചട്ടിപ്പറമ്പ് പോയി നാളെ ചന്തയ്ക്കുള്ള ഒരു 10-20 ഇപ്പൊ പോയി കുറച്ച് മുമ്പാണെങ്കിൽ അതും കൂടി കാണാൻ അടുത്ത ആഴ്ച ഇതിലും മുമ്പായിക്കാർ ഇഞ്ഞൂറ് നാണ്ട് ഇതിന്റെ പരിപാടി വരുമല്ലേ സമാന തിരക്കുണ്ടാവും ഈ ചെറിയ പോത്തകൾ ഇതിന്റെ ഇടയിൽ കാള കൂട്ടിന്റെ പായിന് പ്രൈസ് വാങ്ങണ ആ സൈസ് വേണമെങ്കിൽ അതുകൊണ്ട് ആ കാള കുട്ടികൾക്കുള്ളതും കന്ന് കുട്ടികൾക്കുള്ളതും ഒരാഴ്ചനുള്ളതും കല്യാണത്തിനുള്ളതും ഉദയത്തിനുള്ള എല്ലാ ഐറ്റംസും ഒരെണ്ണം ഒന്നിന് വന്നാലും ഒരാൾക്കും കിട്ടില്ല എന്നുള്ള പരാതി കംപ്ലൈന്റും ഇവിടെ വന്ന് കടന്നുണ്ടാവില്ല. ഇത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അത് നോക്ക്, അതാണ് കാളക്കുട്ടി കാള. അതൊക്കെയാണ് 10 സെക്കൻഡിൽ വണ്ടുന്ന കാള. 10 സെക്കൻഡിൽ കിട്ടുന്ന കുട്ടി ഇട്ടിട്ട് ഇവിടുന്ന് വിറ്റിട്ട് ഇപ്പൊ 2 ലക്ഷം ഉറുപ്പിക ആള് കൊടുത്തിട്ടില്ല. 25,000 ഉറുപ്പിക ഇവിടുന്ന് കൊടുത്താണ്. ആ സൈസും ഈ കൂടുതലുണ്ടാവും. ഇവിടെയൊക്കെ ലക്കി പ്രൈസ് അടിച്ചു. ഇവിടെ അങ്ങനത്തെ സ്ഥലമാണ്. പല ഐറ്റത്തിലും വരുന്ന ചരക്ക് വരുന്നതാണ്. 25,000 കൊടുത്ത് 2 ലക്ഷം പറഞ്ഞിട്ട് ഇപ്പോൾ ആള് കൊടുക്കുന്നില്ല. അത്ര വേഗതയിൽ 9-10 സെക്കൻഡിലാണല്ലോ ഓടുന്നത്. പിന്നെ 5 ലക്ഷമാണല്ലോ ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇവിടെ കിട്ടും. ആ ലക്കി പ്രൈസ് ഒക്കെ ആണെങ്കിൽ എല്ലാരോടും നിങ്ങൾ അറിയുന്ന ആൾക്കാരോടൊക്കെ പറയും ഇവിടെ സാധനം ഉണ്ടെന്ന് ഇവിടെ വരാൻ പറയും. ആ ഐറ്റംസ് ഒക്കെ നമ്മൾ കൊടുക്കാം. നമ്പർ ഉണ്ടാവും. നമ്മളെ നമ്പറിൽ വിളിച്ചാല് ഏത് സമയത്തായാലും വന്നാല്. പിന്നെ ഇനി പാലുള്ള പശു ആണെങ്കിൽ അതും ഉണ്ട് കേട്ടോ. നല്ല പാലുള്ള പശു ഉണ്ട്. സൊസൈറ്റിയിലുള്ളവർക്ക് നല്ല പാലുള്ള പശുക്കൾ അതും ഉണ്ട്. പിന്നെ പോത്താണെങ്കിലും വലുതാണെങ്കിലും പാലുള്ള പശുവൊക്കെ ചീപ്പ് റേറ്റ് അല്ലേ? ചീപ്പ് റേറ്റ് 10 ലിറ്റർ പാലുള്ള പയ്യെ 40 ഉറുപ്പിക വരെ 10 ലിറ്റർ പാല് ഗ്യാരണ്ടി കൊടുക്കും നമ്മള്. അതൊക്കെയാണ് ഈ നമ്പർ വിളിച്ചാണ്ട് നമ്പർ ഒരേ നമ്പർ. ആ നമ്പറിൽ വിളിച്ചാൽ അതിന് മാറണ മാറ്റണം. അതിന്റെ മോലാലി ഏതാണ്? പണം മുടക്കുന്ന ആള്. എനിക്കിപ്പോ ഏതായാലും ബജാജായി വയസ്സായി. ഇനി രംഗത്ത് ഇറങ്ങാനുള്ള ആളാണ്. ഞമ്മക്ക്
നമുക്ക് പൈസ മുടക്കാൻ എന്നെ കൊണ്ട് കഴിയുള്ളൂ. നടക്കാനോ അധ്വാനിക്കാനോ ഒന്നും പറ്റില്ല. അതിനുള്ള ആളെ ഇനിയിപ്പോ ഇവരൊക്കെ. ഞാൻ ഇനിയിപ്പോ ഒരു ഭാഗത്ത് ഇരിക്കുക, ഇവരെ കൊണ്ട് ഇങ്ങനെ പരിപാടി ചെയ്യിക്കുക. അതേ എനിക്ക് നടക്കുള്ളൂ. പണം തീർത്തുണ്ട്, പക്ഷെ എനിക്ക് ആരോഗ്യം കമ്മിയാണ്. അല്ല, ആരോഗ്യം കമ്മിയാ, പണം തീർത്തുണ്ട്. എനിക്ക് തമിഴ്നാടൊന്നും കറങ്ങാതെ പിന്നെ ഇതില്ല, ആവതില്ല. പണം എന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ഇറച്ചിക്കാർക്ക് ആവശ്യമുണ്ട് വെച്ചെങ്കില് ചീപ്പ് റേറ്റിന് കൊടുക്കും. നല്ല എച്ചപ്പ്, നല്ല ഏവൻ ജാതി ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പിന്നെ കൊമ്പില്ല കോഴിപ്പൈക്ക്. ഓക്കെ, 8-10 ലിറ്റർ പാലുകൾ കറക്കുന്ന സൊസൈറ്റി എച്ചപ്പ് മുട്ടപ്പൈക്കള്. ഇത് ചെനയാണ്. ഇത് 7 മാസം കഴിഞ്ഞേക്കണ്. ഇത് പാല് ഭയങ്കരമായ പിന്നെ ഔഷധപ്പാലുള്ള ഒരു ഇനം. നാടൻ ടൈപ്പ്. 1 മാസത്തിന്റെ ഉള്ളില് തള്ളിയും കുട്ടിയാവും. ചെനയാണ്. പാലിന് ഭയങ്കര വില. തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര പേര് വെച്ച പാലാണ് ഇതിന്റെ പാല്. നമ്മളിവിടെ പ്രചാരമില്ലാത്ത കാര്യമില്ല. തമിഴ്നാട്ടിൽ ഇതിന്റെ പാലിനൊക്കെ ഭയങ്കര പ്രചാരം. ഇതാണ് പിന്നെ എന്താ പറയാ, കാങ്ക എന്ന് പറഞ്ഞ ഇത്. പിന്നെ എച്ചപ്പ് മട്ട, ബോഡിപ്പൈ എന്ന് പറയുന്നതിന്. ബോഡിപ്പൈ ഈ മുട്ട കൊമ്പില്ലാത്തതിനകത്ത് അവര് പറഞ്ഞ അങ്ങനെ ബോഡിപ്പൈ. നല്ല നല്ല കറവ്, നല്ല പാല് കറക്കണ പൈപ്പാ. ഇതൊക്കെ പ്രൈസ് കിട്ടും ചെയ്യട്ടെ. ചിലപ്പം ചെനയുണ്ടാവും. പാല് നിറഞ്ഞ് കൊണ്ടാലും ചിലപ്പം 2 മാസം 3 മാസമൊക്കെ ചെനയുണ്ടാവും. അതും ചിലപ്പം ലക്കി അടിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അടുത്തുള്ളത്. ഇനി കൂടുതൽ സാധനം ചെറുത് ഏതെങ്കിലും ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ തന്നാല് നമ്മൾ സ്വീകരിക്കും. അതിനനുസരിച്ചുള്ള നമ്മൾ കൊടുന്നു കൊടുക്കും ചെയ്യും. ഒലയത്തിന്റെ പരിപാടിക്ക് രാത്രി ഫുള്ള് 24 മണിക്കൂറും ലൈറ്റൊക്കെ ഇട്ട് ഇവിടെ പിന്നെ ഇതൊക്കെ ഉണ്ടാവും. എന്താ പറയാ, പന്തലൊക്കെ ഇട്ടിട്ട് ഏത് സമയത്തും ആളും ഉണ്ടാവും. രാത്രിയൊക്കെ കന്നിന് വന്നാല് ഏത് ദൂരത്തുനിന്ന് ആള് വന്നാലും രാത്രിയൊക്കെ ഇവിടെ വരുമ്പോ ആളുണ്ടാവും. കന്ന് വിൽക്കാനും ആളുണ്ടാവും. എവിടെ പോയാലും ആളില്ല മുതലാളില്ല അറിഞ്ഞാണ് മടക്കി വിടും. ആ പരാതി ഉണ്ടാവില്ല ഇവിടെ. ഇതാണ് വിഷയങ്ങള്. ഒക്കെ ഒരു ബെഡ് ഇതിന്റെ പുറത്തിട്ടിട്ടേ നേരെ മുഴുക്കോളം കിടക്കണി ആണ്ടും കൊണ്ടും മറിഞ്ഞു പോലും കേട്ടാ. അതിനാണ്ടിയുള്ള വീതി ഉണ്ട്. എന്താ ഒരു 1.5 കാളനാണ്. ആ ബാക്ക്, അതിന്റെ ആ ബാക്കൊക്കെ എന്നാ ഇതൊക്കെ ഒന്ന് കാണട്ടെ ആളുകള്. അതിന്റെ കുറവിന്റെ വണ്ണം തടിയൊക്കെ. ഏതാണെന്ന് എടുക്ക ഫോട്ടോ. എൻ്റെ അടുത്തൊന്ന് ഇരുന്നോട്ടെ എൻ്റെ ഫോണില്. ഇനി സ്റ്റൈല് കൂട്ടാണ്ട് ഇപ്പൊ സ്റ്റൈലൊന്നും കൂട്ടിയില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഒന്ന് വണ്ടി ഇറങ്ങിയാണെങ്കിൽ ഞങ്ങളെ പണ്ടങ്ങളൊക്കെ കെട്ടി പുകൊക്കെ കെട്ടി, പുക ഒന്ന് കെട്ടണ മറ്റൊന്ന് വേണ അതൊന്നും കെട്ടി കഴിഞ്ഞാലേ കാണുമ്പോളേ കേങ്ങും.
ഇറക്കട്ടെ. ഈ 10-70 വയസ്സായ കിളവനാണ് ഈ കാളെ പിടിച്ചങ്ങോട്ട് ഒറ്റക്ക് പിടിച്ചങ്ങോട്ട്. ഇത് ജനങ്ങളൊന്ന് കാണട്ടെ ഇതിന്റെ പവറും ഇതിന്റെ വമ്പോ. അടിപൊളി ആരോഗ്യം ഇല്ലെന്നുള്ളൂ. പൈസ നോക്കാൻ എന്താ ഉണ്ടോ? അല്ല ശരിക്കും കാണുന്ന കാണട്ടോ. ഞങ്ങള് വൈകുന്നേരം ആയാലും പിന്നെ ഫോട്ടോസ് ശരിക്കും ക്ലിയർ കിട്ടില്ല. അതാണ് ഏറ്റവും വിളിക്കണമെന്ന് പറഞ്ഞത്. പിന്നെ ഒന്നാമത് ആ 2 ഫോൺ എടുക്കാവുമ്പോഴേ ഇവിടെ കണ്ടമാനം തിരക്കുണ്ടാവും. അപ്പോ അത് ഇന്ന് നേരത്തെ വരുവേണ്ടിയാണ്. നിങ്ങൾ ചന്തി പോവും.